ഹലോ, നമ്മൾ വീണ്ടും പോക്കിമോൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നത്. ഇത് എപ്പിസോഡ് 30ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. എല്ലാവരും അത് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആശം കൂട്ടുകാരിപ്പോൾ മൊത്തം ഫാക്ടറി കൊണ്ടും കറുത്ത പുകകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു വളരെ മോശപ്പെട്ടൊരു സിറ്റിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൽ നിന്ന് വീശുന്ന കാറ്റിന് വരെ ചളിയുടെ മണമാണ്. അവരുടെ പുതിയ സാഹസത്തിനില്ലേ തുടക്കമായിരിക്കും. ഇതൊരു വൃത്തികെട്ട സിറ്റിയാണല്ലോ. ഇവിടെ കുറെ ഫാക്ടറീസ് ഉണ്ട്, പക്ഷെ ഒരു മനുഷ്യനെയും കാണാനില്ല. ഈ സ്ഥലം അറിയപ്പെടുന്നത് ക്രിഞ്ചി സിറ്റി എന്നാണ്. പണ്ടിവിടെ വളരെ തിരക്കേറിയ സ്ഥലമായിരുന്നു. ഈ ഫാക്ടറീസൊക്കെ വന്ന ശേഷമായിരിക്കും എങ്ങനെയായി മാറിയത്. ഇവിടെയുള്ളവർ ഈ ഫാക്ടറിയെ മൊത്തമായി അമിതമായി യൂസ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. ഫാക്ടറികളിൽ നിന്ന് വരുന്ന ഈ പൊല്യൂഷൻ ഇവിടുത്തെ വെള്ളത്തെയും കാറ്റിനെയും നശിപ്പിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നു ഇവിടുന്ന് ഏതെങ്കിലും ഒരു പോക്കിമോൻ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. പെട്ടെന്നാണ് പീക്കാച്ചുക്ക് വയ്യാതാവുക. അപ്പോൾ ആശ് പീക്കാച്ചുയെ പിടിക്കും. പീക്കാച്ചുവിന്റെ ഷോക്ക് ആശിനും ഷോക്ക് അടിക്കും. ഇതൊക്കെ മാറി നിന്നൊരു പോക്കിമോൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് 30ാമത്തെ എപ്പിസോഡിന്റെ പേര് എഴുതി കാണിക്കുന്നത്. സ്പാർക്സ് ഫ്ലൈ ഫോർ മാഗ്നമൈറ്റ്. ഷോക്കേൽക്കാത്ത ഗ്ലൗസും ഇട്ട് പീക്കാച്ചുവിനും പിടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് ആശ് പോക്കിമോൺ സെന്ററിലേക്ക്. ഇവർ പോക്കിമോൺ സെന്ററിലേക്ക് പോകുന്നത് അപ്പുറത്തു നിന്ന് മാറി നോക്കുന്നുണ്ടായിരുന്നു ടീം റോക്കറ്റ്. അത് അവരാണ്. അവർ പോക്കിമോൺ സെന്ററിൻ്റെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഈ പൊല്യൂഷൻ കാരണം വെള്ളം പോകുന്ന അവിടെയാണ് ടീം റോക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്മെല്ല് സഹിക്കുന്നില്ലായിരുന്നു. എന്നാൽ മിയാവുത്ത് നിൽക്കുന്നതാണെങ്കിൽ ഒരു സ്പേസ് ഷിപ്പ് പോലെയില്ല, ഇതിൻ്റെ അകത്താണ്. അങ്ങനെ മിയാവുത്ത് 2 സൂട്ടുകൾ എടുത്തു കൊടുക്കും. ഇവരിനി ഈ പൊല്യൂഷൻ കലർന്ന വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അവർക്ക് ഓക്സിജൻ കൊടുക്കുന്ന സാധനമാണ് ഇനി കാണുന്നത്. മിയാവുത്ത്, നിനക്ക് മുമ്പ് ഈ സൂട്ട് തന്നുകൂടായിരുന്നോ? നിങ്ങളിങ്ങനെ പരാതി പറയല്ലേ. ഞാൻ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ അത്രയും വേഗം ആ പോക്കിമോൺ സെന്ററിലേക്ക് കയറാൻ നോക്കൂ. നിന്റെ ആ പൊട്ട പ്ലാനും വെച്ച് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല. ജെസി പറഞ്ഞതിൽ ഞാൻ 100 തവണ യോജിക്കുന്നു. പിക്കാച്ചുവിനെ പിടിക്കാൻ നീയും പോരണം. അപ്പോഴായിരിക്കും മിയാവുത്തിന്റെ സ്പേസ്ഷിപ്പിലെ സ്വിച്ച് നിൽക്കുക. അപ്പോൾ ജെസിക്കും ജെയിംസിനും ഷോക്ക് അടിക്കും. അങ്ങനെ അവർ ആ ചളിയിലെ വെള്ളത്തിലേക്ക് ഇറങ്ങും. മിയാവുത്ത് പറഞ്ഞതും കേട്ട് ആശ പറയും, എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ ഉറക്കം പോക്കിയതിന്. എൻ്റെ പീക്കാച്ചുക്ക് സുഖമില്ല. പീക്കാച്ചു തണുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തണുപ്പോ? പീക്കാച്ചുക്ക് ശരിക്കും വയ്യ. നിങ്ങളുടെ കസിൻസൊക്കെ ഇതിലും നന്നായി ഞങ്ങളെ സഹായിക്കാറുണ്ട്. നോക്ക്, അതിൻ്റെ കവിളിൽ നിന്നാണ് സ്പാർക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തണുപ്പ് കാരണമാണ്. ഇത് നാളെ രാവിലെ ആകുമ്പോൾ തന്നെ ശരിയാകും. പിന്നെ കാണിക്കുന്നത് കുറച്ച് പോക്കിമോൺസിനാണ്. ആ പോക്കിമോൺസൊക്കെ ചേർന്ന് വെള്ളം പോകുന്നത് തടയുന്നുണ്ട്. പെട്ടെന്നാണ് ആ സിറ്റിയിലെ മുഴുവൻ കരണ്ടും പോവുക. ജനറേറ്റർ മൊത്തമായി ഓഫായല്ലോ. വെള്ളം ഒഴുകുന്നത് എന്തോ തടഞ്ഞിട്ടുണ്ട്. കരണ്ടില്ലാത്തത് കൊണ്ട് തന്നെ മിയാവത്തുണ്ടാക്കിയിരുന്ന ഓക്സിജൻ കൊടുക്കുന്ന സാധനമൊക്കെ ഓഫായിട്ടുണ്ടാകും. അത് ഓഫായത് കൊണ്ട് തന്നെ ജെസിക്കും ജെയിംസിനും ശ്വാസം കിട്ടില്ല. എന്താണ് ഈ പോക്കിമോനൊക്കെ സംഭവിച്ചത്? ഈ പോക്കിമോൺസൊക്കെ പ്രത്യേക സംരക്ഷണത്തിലാണ്. ഇനി ഈ കരണ്ട് തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എനിക്കറിയില്ല. ഇവരെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കും. നെക്സ്റ്റ് എന്തെങ്കിലും നമ്മൾ ചെയ്യണം. എനിക്കറിയില്ല എന്താ ചെയ്യുക എന്ന്. നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ പറഞ്ഞ ആശും മിസ്റ്റിയും ബ്രോക്കും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോവും. അപ്പോൾ പീക്കാച്ചു പറയും, ഞാനും വരുന്നുണ്ട് എന്ന്. പിക്കാച്ചു, ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ ഉടനെ തന്നെ വരുമെന്ന് പറയും ആശ്. ഞാൻ ഈ പവർ പ്ലാന്റ് കണ്ടുപിടിച്ചു, പക്ഷെ അവിടെ നിന്ന് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. എങ്ങനെയാണ് ഈ പവർ പ്ലാന്റ് കാണാനിരിക്കുക? ഇതാ കാണുന്ന വലിയ ബിൽഡിംഗ് ആണ്. ഇവരങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് പീക്കാച്ചു അങ്ങോട്ട് വരിക. പീക്കാച്ചു, നീ എത്രയും വേഗം പോക്കിമോൺ സെന്ററിലേക്ക് തിരിച്ചു പോകണം. പീക്കാച്ചു ആണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയും. മിയാവുത്താണ് ടീം റോക്കറ്റിനെ ഒരു വിധത്തിൽ രക്ഷിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആശും ബ്രോക്കും മിസ്റ്റിയും പീക്കാച്ചും ഈ പവർ പ്ലാന്റിന്റെ അടിയിലെത്തും. ഇതാണ് പവർ പ്ലാന്റ്. നമുക്ക് ഇതിന്റെ അകത്ത് തപ്പി നോക്കാം. അങ്ങനെ ഇവർ ഇതിന്റെ അകത്തേക്ക് കയറും. ഇതിന്റെ അകത്താണ് ഈ മൊത്തം ഇരുട്ടാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, എന്തെങ്കിലും പറയൂ. ഇതിന്റെ അകത്തേക്ക് പോകുമ്പോഴാണ് അവർ പോക്കിമോനെ കാണുന്നത്. അതിനെ കണ്ട് ഇവർ പേടിക്കുന്നുമുണ്ട്. എന്താണത്? എന്ത് സാധനമാണിത് എന്ന് ചോദിക്കും. ഇതാണ് മാഗ്നമൈറ്റ്. ഇതൊരു ഇലക്ട്രിക് ടൈപ്പ് പോക്കിമോനാണ്. ഇതിന് എയർ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ കഴിയും. ഇത് നിഗൂഢ നിറഞ്ഞ ഒരു ഇലക്ട്രിക് ടൈപ്പ് പോക്കിമോനാണ്. മിസ്റ്റി പറയും, മാഗ്നറ്റ് കാരണമാണോ പവർ പ്ലാന്റ് ഓഫ് ആയത്? അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന് പറയും ബ്രോക്ക്. ആശാണെങ്കിൽ മാഗ്നറ്റിനെ പിടിക്കാൻ വേണ്ടി പോക്കിബോൾ എടുക്കും. നിങ്ങൾക്ക് ആ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ചോദിക്കും ബ്രോക്ക്. അതാണെങ്കിൽ ഗ്രൈമർ എന്ന മഡ് ടൈപ്പ് പോക്കിമോനായിരുന്നു. അപ്പോൾ അവർ ഗ്രൈമറിന്റെ കാട്ടിലും വലിയൊരു പോക്കിമോനെ കാണുക. അത് ഗ്രൈമറിന്റെ ഇവോൾവ് സ്റ്റേജായ മഗ്ഗായിരുന്നു. അതൊക്കെയാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരും. അങ്ങനെ അവിടുന്ന് അവർ ഓടും. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ആശ ഈ പവർ പ്ലാന്റിലെ ഒരാളായി കൂട്ടിമുട്ടും. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? റോക്കാണെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ആ പോക്കിമോൺസ് വരുന്നുണ്ട്. അവരവിടുന്ന് വീണ്ടും ഓടും. ഇവരാണെങ്കിൽ റൂമിൽ കയറി വാതിലടക്കും. പറയൂ, എന്താണ് ഈ സിറ്റിയിൽ നടക്കുന്നത്? ഇരുട്ട് ഈ സിറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പോക്കിമോൺ സെന്ററിലെ പാവപ്പെട്ട പോക്കിമോൺസും അതിൻ്റെ ഒപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പവർ തിരിച്ചു വന്നാലേ ഇതൊക്കെ ശരിയാവുകയുള്ളൂ.
നിങ്ങൾ കുറച്ച് സമയം കൂടി പിടിച്ചു നിൽക്കണം. കുറച്ച് കുട്ടികൾ ഇതൊക്കെ ശരിയാക്കാൻ പോയിട്ടുണ്ട്. അവരിത് ഉറപ്പായിട്ടും ശരിയാക്കും. എനിക്ക് ആ പവർ വേണമെന്ന് പറയും മാഷ്. എങ്ങനെ? ഞങ്ങൾ കുറെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കുറെ ഗ്രൈമേസ്റ്ററിന് ഇങ്ങോട്ട് വരേണ്ട വെള്ളത്തെ ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. വെള്ളം എന്നാൽ ഇവിടുത്തെ ജനറേറ്ററും അതുപോലെ എല്ലാതും വർക്ക് ചെയ്യുകയുള്ളൂ. ഗ്രൈമേഴ്സൊക്കെ ആ ഡോർ ഇടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്തേക്ക് വരാൻ വേണ്ടി. അങ്ങനെ അവസാനം അവർ അകത്തേക്ക് കയറി വരും. നിങ്ങളൊക്കെ പോക്കിമോൺ ട്രെയിനേഴ്സ് അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കിമോൺ യൂസ് ചെയ്തുകൂടെ? ഈ ഗ്രൈമറിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞാൽ ഈ ജനറേറ്റർ വീണ്ടും വർക്ക് ചെയ്യും. നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ പീക്കാച്ചുക്കും തീരെയും വയ്യ. ഇതിലൊരു ഗ്രൈമറിനാണെങ്കിൽ പീക്കാച്ചു ഷോക്ക് അടിപ്പിക്കും. പക്ഷെ അതിലടങ്ങിൽ ഒരുപാട് ഗ്രൈമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് മാഗ്നറ്റൺ അതിൻ്റെ ഇവോൾവ് ഫോമുമായിട്ട് വരിക. അവരാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും. അവരങ്ങനെ ഗ്രൈമറിനെ ഡിഫീറ്റ് ചെയ്യും. വെള്ളത്തെ തടഞ്ഞു വെച്ചിരുന്ന ഗ്രൈമറിനെയും അവർ ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ വെള്ളം വരും. അങ്ങനെ ജനറേറ്ററും അതുപോലെ അവിടെ പവർ സപ്ലൈയും വരും. അങ്ങനെ എല്ലാം ശരിയാകും. പക്ഷേ ഗ്രൈമറിന്റെ ഇവോൾവ് ഫോമായ മഗ് അവിടെ ഉണ്ടായിരുന്നു. പീക്കാച്ചു തണ്ടർ ഷോക്ക് അടിപ്പിക്കും മഗ്ഗിനെ. പക്ഷേ മഗ്ഗിന് പീക്കാച്ചുവിന് ഷോക്ക് ഒന്നും ആവില്ല. അപ്പോൾ മാഗ്നമൈറ്റും പീക്കാച്ചുവെ സഹായിക്കും. അങ്ങനെ മഗ് ഡിഫീറ്റ് ആവും. അപ്പോൾ തന്നെ ആശ് പോക്കിബോൾ എറിഞ്ഞ് മഗ്ഗിനെ പിടിക്കും. പക്ഷെ ആ പോക്കിബോളിന്റെ സ്മെല്ല് വളരെ വൃത്തികേടായിരിക്കും. ഇപ്പോൾ പീക്കാച്ചുവിന്റെ അസുഖമൊക്കെ മാറിയിട്ടുണ്ടാകും. ആശാണ് ഈ മാഗ്നമൈറ്റിനോട് നന്ദിയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ടീം റോക്കറ്റ് വരിക. ടീം റോക്കറ്റാണെങ്കിൽ വലിയൊരു മുങ്ങിക്കപ്പലുമായിട്ടാണ് വന്നത്. ഇതിലാണെങ്കിൽ വലിയൊരു മാഗ്നറ്റും ഉണ്ട്. അതിമേക്കാണെങ്കിൽ മാഗ്നമൈറ്റും മാഗ്നറ്റിനും ഒക്കെ വന്ന് ഒട്ടും. ഒരുപാട് മാഗ്നമൈറ്റും മാഗ്നറ്റിനും വന്നതുകൊണ്ട് തന്നെ അഷിപ്പിന് താങ്ങാൻ കഴിയില്ല. അഷിപ്പാണെങ്കിൽ മുങ്ങിപ്പോകും. ഗ്രൈമർ കാരണമായിരുന്നു ഇവിടുത്തെ കടലിലൊക്കെ പൊല്യൂഷൻ വന്നിരുന്നത്. നിങ്ങളും ശ്രമിച്ചാൽ നിങ്ങൾക്കത് വൃത്തിയാക്കാൻ കഴിയും. നീ പറഞ്ഞ ശരിയാണ് മിസ്റ്റി. ഞങ്ങൾക്ക് കഴിഞ്ഞ പരമാവധി പഴയതുപോലെ ആക്കാൻ ശ്രമിക്കും. നിങ്ങളിവിടുത്തെ കാറ്റും അതുപോലെ വെള്ളമൊക്കെ വൃത്തിയാക്കിയാൽ ഇതിന് വീണ്ടും തിരിച്ചു വരാൻ കഴിയും ഈ സിറ്റിക്ക്. അവരാണെങ്കിൽ ആശിനോട് മാഷിന്റെ കൂട്ടുകാരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ സിറ്റി നന്നായി നോക്കിയാൽ മതി. അവസാനമാണെങ്കിൽ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ഹീറോസ് ഗ്രീൻജി സിറ്റിക്ക് പുതിയൊരു വെളിച്ചമാണ് തുറന്നു കൊടുത്തത്. പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ പ്രൊഫസർ ഓക്കിന്റെ ലാബാണ്. അവിടേക്ക് ഒരു പോക്കിബോൾ വരുന്നുണ്ട്. ആ പോക്കിബോൾ വന്ന ഉടനെ തന്നെ പ്രൊഫസർ ഓക്കിന് ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. അങ്ങനെയൊക്കെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് 30 ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.